അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ ആക്രമണം കടുപ്പിച്ച് ഇറാൻ. ഇസ്രയേലിലേക്ക് കൂടുതൽ മിസൈലുകൾ അയച്ചു. ഇറാഖിൽ ഒരു US സൈനിക വിമാനം തകർന്നു വീണു. ബഹ്റൈനിൽ വീണ്ടും ജാഗ്രതാ നിർദ്ദേശം. ഇറാനിയൻ പ്രസിഡന്റിനെ ആശങ്ക അറിയിച്ച് ഇന്ത്യ. അമേരിക്കയിലെ മിഷിഗണിൽ ജൂതപ്പള്ളിക്ക് നേരെ ആക്രമണം. പള്ളിയിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി ആക്രമിയെ വെടിവെച്ചു കൊന്നു. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ. കൂടുതൽ സീറ്റിൽ ധാരണയായേക്കും. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇന്ന്. പാചകവാതക ക്ഷാമം പരിഹരിക്കാൻ ഇടപെട്ട് സംസ്ഥാന സർക്കാർ. സിലിണ്ടർ പരിധി ഉയർത്താൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടും. പൂഴ്ത്തിവയ്പ് തടയാൻ എൻഫോഴ്സ്മെന്റ് സംഘം പരിശോധന നടത്തും. സംസ്ഥാന സർക്കാരുകൾ നിരീക്ഷണം വർദ്ധിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി. തൃശൂരിൽ വയോധികയെ കടിച്ചുകൊന്ന നായയെ അടിച്ചുകൊന്നു. നായയെ പിടികൂടിയത് രാത്രി 1:30 മരിച്ചത് എരുമപ്പെട്ടി സ്വദേശിനി 84-കാരി കാർത്തിയായി.